ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ്. ഇപ്പം ഏകദേശം 4:15 ഓൾമോസ്റ്റ് 4:15. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് ജസ്റ്റ് വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് എടുത്തത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു എക്സാം റിലേറ്റഡ് സ്റ്റഡി വ്ലോഗാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ നേരെ ആദ്യമേ പല്ലൊക്കെ തേച്ച് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ പഠിക്കാൻ നാളെ ഞാൻ പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് പോകാം. നമുക്ക് ബാക്കിയാണ്. അപ്പം ഞാൻ നേരെ താഴെ ഇറങ്ങി വന്ന് പല്ലൊക്കെ തേച്ചു മുഖമൊക്കെ കഴുകി സെറ്റായി. അതിന് ശേഷം ഞാൻ നേരെ പോയി വെള്ളമൊക്കെ നിറച്ച് വെച്ചു. കാരണം നമ്മൾ വീണ്ടും ഇതിനായിട്ട് ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടൊരു കാപ്പിയൊക്കെ ഇട്ട് നേരെ പോയി മേളിൽ ചെന്ന് ഞാനിപ്പം നോർമലി എൻ്റെ എക്സാം ടൈമിൽ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സാം ഷെഡ്യൂൾ അല്ലെങ്കിൽ എക്സാം ടൈം ടേബിൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ട് എക്സാം ടൈമിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ മേലത്തെ വിൻഡോ ഒക്കെ തുറന്നിട്ട് എനിക്ക് കുറച്ച് എന്താ പറയുക വല്ല അഗർബത്തിയോ അല്ലെങ്കിൽ സെൻറ്റ് ക്യാൻഡിൽസോ ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്, നമുക്ക് നമ്മുടെ ഏരിയ ക്ലീൻ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന എൻവയോൺമെൻറ്റ് നീറ്റാക്കി നമുക്ക് ഒരു പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഇരിക്കുന്ന ഒരു ടൈം കുറച്ചും കൂടി നമുക്ക് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. ഇരിക്കുന്ന സമയം തന്നെ നമുക്ക് കുറച്ചധികം നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഡീപ്പർ സ്ക്രീനിൽ കാണുന്നത് ഞാൻ പോമഡോറോസ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു പോമഡോറോസ് ഇപ്പം നമ്മൾ 4 hours ഇരിക്കുന്നതെങ്കിൽ ആ 4 hours നമ്മൾ ഒരു പോമഡോറോസ് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ 1 hour അല്ലെങ്കിൽ 50 minutes കഴിയുമ്പോൾ ഒരു 5 minutes ബ്രേക്ക്. അങ്ങനെ ഞാൻ ഈ ഞാൻ വെക്കുന്ന പോമഡോറോൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ സ്റ്റഡിയിൽ ഈക്വലായിട്ട് നമ്മളെ അതിനെ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ടൈമും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയണേ ബ്രേക്ക് എടുക്കാനുള്ള ടൈമും കൊടുക്കും. അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ 5 minutes 10 minutes ബ്രേക്ക് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ ബ്രേക്കിന് എന്ത് ചെയ്യാനാണ്. അത് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കി അങ്ങനെയൊന്നും കളയാതെ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റ് ചെയ്ത് ഒരു പാട്ടൊക്കെ കേട്ടൊന്ന് ഫ്രഷ് ആവാം, ഒന്ന് എണീറ്റ് പോയി ഉറക്കം വരുന്നുണ്ടെങ്കിൽ എണീറ്റ് പോയി ഒന്ന് മുഖം കഴുകാം, അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിരിക്കാം, അല്ലെങ്കിൽ ആരുടെങ്കിലും പോയി എണീറ്റ് രാവിലെ വെളുപ്പിനെ അല്ലാത്ത സമയം ആരുടെങ്കിലും പോയി സംസാരിക്കാം. അങ്ങനെ എഫക്റ്റീവായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഒന്നുകിൽ ചേട്ടൻ എണീച്ചിരിക്കുകയാണെങ്കിൽ പോയി സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പണി ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യും. അപ്പം അതാകുമ്പം ഇപ്പോൾ എന്താ പറയുക നമ്മൾ ആ ഒരു ടൈം പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ പൊതുവേ എപ്പോഴും ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങാറുള്ളത്. അപ്പം എനിക്ക് വേണ്ടത് ഞാൻ അതിമേ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ആശ്രയിച്ചുകൊണ്ട് മാത്രം ഞാൻ പഠിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് എക്സാം ടൈമിൽ ഞാൻ പ്രീവിയസ് ഇയർ വരുന്നത് ഏതാണോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് പൊതുവേ ഞാൻ പഠിക്കാറ്. കാരണം ഞാൻ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഒരു മെത്തേഡിലാണ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ എന്താ ചെയ്യുന്നത്, നേരെ പോയി എനിക്ക് വേണ്ടത് എന്താണോ ആ പ്രീവിയസ് ഇയർ സബ്ജക്റ്റിനെയാണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെ അങ്ങ് തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ബാക്കി എല്ലാ മൊഡ്യൂൾസും അപ്പോൾ ഞാൻ കവർ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണെങ്കിൽ നെക്സ്റ്റ് ഒരു മൊഡ്യൂൾ തീർക്കാനായിട്ടല്ല നോക്കുന്നത്, എല്ലാ മൊഡ്യൂളും ഈക്വലായിട്ട് കൊണ്ടുപോകാനും എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ ഈക്വലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ദിവസം ഞാൻ മാക്സിമം എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ടോപ്പിക്കായിരിക്കും ഒരു സബ്ജക്റ്റിൻ്റെ പഠിക്കുന്നത്. ആ ഒരു പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിൻ്റെ ഓരോരോ ടോപ്പിക്ക് വെച്ചിട്ട് ഞാൻ കവർ ചെയ്യാൻ പൊതുവേ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഞാൻ പൊതുവേ എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡെന്ന് പറയുന്നത്. ഞാൻ രാവിലെ ഇപ്പോൾ ഒരു 4:30 എണീറ്റു, അതിനുശേഷം ഒരു 2 hours സ്റ്റഡി ആയിരിക്കും, അതിൻ്റെ ഒരു 5 minutes ബ്രേക്കാണ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കും, അതിനുശേഷം വീണ്ടും ഒരു 2 hours സ്റ്റഡി ആയിരിക്കും. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ടേബിൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ്, നമുക്ക് എല്ലാവർക്കും ഓരോ സ്റ്റഡി മെത്തേഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഏത് വേണമെങ്കിലും രീതിയിൽ ടൈം ടേബിളിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി റൊട്ടീൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല ഒരു ഫുൾ ഡേ സ്റ്റഡി വ്ലോഗ് പോണക്ക് തന്നെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്കൊരു ഇന്ന കോഴ്സ് പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇന്നൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഇതാണ്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്ര വലിയ പഠിപ്പിച്ചാന്നുള്ള ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റഡി വ്ലോഗാണ് ഞാൻ പറയുന്നത്. പാസ്സായി പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡ്സും നിങ്ങൾ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇനി അതല്ല നിങ്ങൾ ഏർലി ബേർഡ് അല്ല നൈറ്റ് ഔൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തന്നെ എനിക്ക്
ലാസ്റ്റ് മിനിറ്റിൽ ഒരു സബ്ജക്റ്റിന് നോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം പൊതുവേ വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ നോട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇൻ കേസ് ഞാൻ ഒരു ദിവസം പോലും പഠിച്ചില്ലെങ്കിൽ പോലും എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു നോട്ട് കാണും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷോർട്ട് നോട്ട് എനിക്കൊന്ന് വായിച്ചെടുത്താൽ മതി. അപ്പോൾ പൊതുവേ എന്നോട് ഇപ്പോൾ എൻ്റെ റിസൾട്ട് വന്നത് വെച്ചിട്ട് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പിറ്റേ ദിവസമൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. ദൈവം അനുഗ്രഹിച്ച് നല്ല മാർക്കോടെ തന്നെയാണ് പാസ്സായത്. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ലൈക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടും കൂടി എങ്ങനെ ടാക്കിൾ ചെയ്ത് പോയി എന്ന് ചോദിച്ചവരോട് ഉള്ള ഉത്തരം ഇതാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു 1-2 വീക്സ് മുമ്പ് കിട്ടിയ സമയങ്ങളിൽ ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് തന്നെ ഞാൻ ഷോർട്ട് നോട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നുള്ളത് എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം. പക്ഷേ ഞാൻ ഷോർട്ട് നോട്ട് എല്ലാത്തിനെയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കല്യാണത്തിൻ്റെ പിറ്റേന്ന് പോകുന്ന എക്സാമിൻ്റെ അന്ന് വെളുപ്പിനെ ഒരു 2 hours എണീച്ചിരുന്ന് പിന്നെ അവിടെ ചെന്നിട്ടൊരു 2 hours അങ്ങനെ ഇരുന്ന് അത് ഫുള്ള് വായിച്ച് ജസ്റ്റ് വായിച്ച് വിട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ഒരു സിലബസ് അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം അറ്റൻഡ് ചെയ്യുക, അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു സ്റ്റഡി വ്ലോഗ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് ടൈം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോകണം. കാരണം എനിക്ക് തീരെ വീക്കായിട്ടിരുന്നൊരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തതും. എക്സാം ടൈമിൽ എനിക്ക് ഒട്ടും വയ്യാതെ ഇരിക്കുകയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ച് കണ്ടിട്ടില്ലെങ്കിലും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതിന് ശേഷം നേരെ ആശുപത്രിയിലോട്ടാണ് പോയത്. കാരണം തീരെ വയ്യാതിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു മോർണിംഗ് ടൈം റൊട്ടീൻ ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ്, സ്റ്റഡി റിലേറ്റഡ് കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.